أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما نافعا رزقا طيبا من متقبل آمين يا رب العالمين. اللهم صل على محمد وعلى آل محمد. الحمد لله رب العالمين. അള്ളാഹു സുബ്ഹാനഹു വ തആല അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് തൻസിയ ടീച്ചറാണ്. അൽഹംദുലില്ലാ ടീച്ചർ നമുക്ക് വേണ്ടിയിട്ട് റമദാനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഈ ഒരു ക്ലാസ് ഉപയോഗപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാ ബീദിനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ റമദാന് ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെട്ട നഫ്സുകളായി നമ്മുടെ നഫ്സുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റമദാന് ഇതാ എത്തിക്കഴിഞ്ഞു. നമ്മുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. നമുക്ക് ഏറ്റവും നന്നായിട്ട് ക്ലാസ് ശ്രവിക്കാനും ക്ലാസ്സിൽ നിന്നുള്ള അമലുകൾ എടുക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നവരുടെ അടിമകളാകാനും നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകൾ പൂർത്തിയാകാനുമുള്ള ഏറ്റവും അനുഗ്രഹീതമായ സദസ്സായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എല്ലാവരുടെയും നിയ്യത്ത് ശരിയാക്കുക. ഇൻഷാ അല്ലാ ബിഇദ്നില്ലാ ടീച്ചർ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹു ഖൈർ. അല്ലാഹു മുബാരിക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് ക്ലിയർ ആണല്ലോ? യെസ് മാം. ഓക്കെ. തുടങ്ങുന്നതിന്റെ മുന്നായിട്ട് മൈക്ക് ഓൺ ചെയ്ത് പറയണമെന്നില്ല. ഞാൻ ചോദിക്കുന്നതിന് ഒന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ റിയാക്ഷൻ ഒക്കെ കാണിച്ചിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ, റെഡി അല്ലേ? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. റെഡി അല്ലേ എല്ലാവരും? യെസ്, അൽഹംദുലില്ലാ. ഓക്കെ. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. الحمد لله. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വന്നത് പിന്നെയും സെയിം റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാനല്ല. അതായത് നമ്മൾ ഓൾറെഡി ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നതല്ല, കുറേ മാസങ്ങളായി നമ്മൾ റമദാനിലെ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പല ക്ലാസ്സുകളിലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്, റമദാന്റെ റിമൈൻഡേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയും ഞാൻ റിപ്പീറ്റഡ് സെയിം കാര്യം ചോദിക്കാനോ ഇതാക്കാനോ അല്ല ഇവിടെ വന്നത്. അതായത് സെയിം കാര്യം, റമദാന് വരുന്നുണ്ട്, നമ്മൾ കറക്റ്റായിട്ട് നോമ്പെടുക്കണം, കറക്റ്റായിട്ട് നമസ്കരിക്കണം, ഖുർആൻ ഓതണം, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ ഇവിടെ വന്നത് ജസ്റ്റ് എന്നെയും നിങ്ങളെയും ഒരു ഓർമ്മപ്പെടുത്താന്നുള്ള രീതിയിൽ മാത്രം. അതായത് എങ്ങനെ റമദാൻ സ്പെൻഡ് ചെയ്യാം എന്നുള്ളതിന് ഉപരി എങ്ങനെ നമുക്ക് നമ്മുടെ റമദാൻ നഷ്ടപ്പെടാതിരിക്കാം എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെ നമുക്ക് നമ്മുടെ റമദാനെ നഷ്ടപ്പെടാതിരിക്കാം എന്നുള്ള ഒറ്റൊരു കാര്യം മാത്രമാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? റെഡി ആണല്ലോ? ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും അവരവരുടെ നിയത്തുകൾ ശരിയാക്കുക. ഇരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പം എല്ലാ കൊല്ലവും സെയിം റിമൈൻഡേഴ്സ് ആണ്, സെയിം റിമൈൻഡേഴ്സും പ്രിപ്പറേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ സെയിം റിമൈൻഡേഴ്സ് കേട്ട് അതിനുവേണ്ടി പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ ഇവിടെ വന്നത് ഒരേ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് നിങ്ങളുടെ ലാസ്റ്റത്തെ റമദാൻ ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവുക? അതായത് നാളെയോ മറ്റന്നാളെയോ ആയിരിക്കും അല്ലെ റമദാന് ഉണ്ടാവുക എന്നുള്ളത്. അല്ലാഹു ആലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും റമദാനിലേക്ക് എത്തിക്കട്ടെ. ഇപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ വീടുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഷോപ്പുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്നാക്കുകളോ ഡേറ്റ്സ് വാങ്ങിയിട്ടോ അങ്ങനെ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ സീരിയസ്ലി നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചാല് സീരിയസ്ലി നിങ്ങളോട് തന്നെ ഉത്തരം പറയാം. ഓക്കെ, അതായത് നമുക്ക് ഉറപ്പുണ്ടോ നമ്മൾ നാളെ റമദാനിലേക്ക് എത്തും എന്നുള്ളതിന് നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ?
ഉറപ്പുണ്ടോ? ഇല്ല അല്ലെ? നമുക്ക് ആർക്കും ഉറപ്പില്ല അല്ലെ? അതായത് നമ്മള് ചിലപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റത്തെ റമദാൻ ആയിരിക്കാം. കാരണം നമ്മൾ പ്രായമായത് കൊണ്ടോ നമുക്ക് അസുഖമുള്ളത് കൊണ്ടോ ഒന്നുമല്ല. റമദാന് ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യൂല അല്ലെ? ഒന്നിനു വേണ്ടിയിട്ട് റമദാന് വെയിറ്റ് ചെയ്യൂല. ലാസ്റ്റ് ഇയർ ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതാണ്, കഴിഞ്ഞ കൊല്ലം റമദാനില് നിങ്ങളെ കൂടെ ഉണ്ടായ ആള് ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ? അതായത് ഇപ്പൊ ഈ കഴിഞ്ഞ കൊല്ലം മരിച്ച ഒരാള് ഈ റമദാനിൽ ഇല്ല, കഴിഞ്ഞ റമദാനിൽ നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഈ റമദാനിൽ അവർ ഇല്ല എന്നുള്ള ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ആരെങ്കിലും ഉണ്ടാവൂലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവരുടെ കബറുകളും വിശാലാക്കി കൊടുക്കട്ടെ അല്ലെ? അപ്പം അവരും കഴിഞ്ഞ കൊല്ലം എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? ഈ റമദാൻ എനിക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അടുത്ത റമദാനിന് ഞാൻ കുറച്ചും കൂടിയും ബെറ്റർ ആക്കും എന്നവർ വിചാരിച്ചിട്ടുണ്ട് അല്ലെ? നമ്മളിപ്പം വെയിറ്റ് ചെയ്തത് പോലെ തന്നെ അവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? പക്ഷെ അവർ ഈ റമദാനിലേക്ക് എത്തിയിട്ടില്ല. അവരിപ്പോ എവിടെയുള്ളത്? അവരിപ്പോ എവിടെയുള്ളത്? ഖബറിലാണല്ലേ ഉള്ളത്. അപ്പൊ നമുക്ക് ആർക്കും ഗ്യാരണ്ടി ഇല്ല നമുക്ക് ഫസ്റ്റത്തെ നോമ്പ് കിട്ടും എന്നുള്ളതിന് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. ഫസ്റ്റത്തെ തറാവി കിട്ടും എന്നുള്ളതിന് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. ഫസ്റ്റത്തെ അത്താഴം കഴിക്കാൻ പറ്റും എന്നുള്ളതിന് ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് റമദാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ ഒന്നുമല്ല, ഒരു പ്രിപ്പറേഷൻ ആണ്. അതായത് റമദാൻ വരുന്നതിന്റെ മുന്നായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, മലക്കുൽ മൗത്ത് മുന്നിലേക്ക് വരുന്നതിന്റെ മുന്നുള്ള പ്രിപ്പറേഷൻ, ഖബറിലെ ആദ്യ രാത്രി ഉണ്ടാവുമല്ലോ, ഫസ്റ്റത്തെ നൈറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇത് നിങ്ങളുടെ ലാസ്റ്റത്തെ റമദാൻ ആണെങ്കിൽ എന്താണ് നിങ്ങൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ശരിക്കും ആലോചിക്കുക. ഇനി എനിക്കൊരു റമദാൻ ഇല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി എനിക്കൊരു റമദാൻ ഉണ്ട്, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? എന്തായിരിക്കും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുന്നത്? അമലുകൾ ബെസ്റ്റ് ആക്കും. ഓക്കെ, എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ റമദാനിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലിയൊരു നിഅമത്താണ് എന്നുള്ളത്? അതായത് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും. ഒരു വലിയ ഒരു ഗ്രൗണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, വലിയൊരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടില് നമ്മൾ ഒരു ഹാളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഭയങ്കര ചൂടുണ്ട്, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഡോറ് തുറന്നിട്ട് പറഞ്ഞ് ഇന്നാള് ഉള്ളിലേക്ക് കയറിക്കോ, ആ ആള് ഉള്ളിലേക്ക് കയറിക്കോ, ഈ ആൾ ഉള്ളിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞ്. പക്ഷെ നമുക്കറിയില്ല, നമ്മൾ ഒരു സ്പെഷ്യലായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് ആ ഡോറ് തുറന്നു. അത്രയും നേരം ചൂടൊക്കെ സഹിച്ചിട്ട് പിന്നെ ആ ഒരു എ സി ഹാളിലേക്ക് നമുക്ക് എൻട്രൻസ് കിട്ടി. അൽഹംദുലില്ലാ, നമ്മൾ സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെയാണ്, ഇതിനേക്കാളും മേലെയാണ് നമുക്ക് റമദാനിലേക്ക് എൻട്രി കിട്ടിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ചിലപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മുന്നായിരിക്കും ഒരുപാട് ആൾക്കാരുടെ റൂഹ് എടുക്കുക, നമുക്കറിയില്ല. നമ്മൾ അതിൽ പെട്ടിട്ടുണ്ടോന്നും നമുക്കറിയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമദാനിന്റെ ആ ഒരു വാതിൽ തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ ശുക്ർ ചെയ്തോ, ഒരു ഒന്നൊന്നര ശുക്ർ നമ്മൾ ചെയ്തോ, അത്രയും അധികം സന്തോഷിച്ചോന്നാ പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ഇത് ചെറിയ കാര്യമല്ല എന്ന് മനസ്സിലാക്കാം. നമ്മൾ എന്തോ ഭയങ്കര സ്പെഷ്യൽ ആയത് കൊണ്ടോ ഒന്നുമല്ല, ഇത് ചെറിയ കാര്യമല്ല നമ്മൾ റമദാനിലേക്ക് എത്തുക എന്നുള്ളത്. നമുക്ക് ഫസ്റ്റത്തെ നോമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ശുക്ർ ചെയ്തോ. കാരണം അത്രയും വലിയ കാര്യമാണ്. മറ്റേവർക്ക് കിട്ടാത്ത ആ ഒരു അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയത്. ആ ഒരു പൊറുക്കലിന്റെ മാസം, നരകത്തിൽ നിന്ന് മോചിപ്പെടുന്ന മാസം. അത് ചെറിയ കാര്യമാണോ നരകത്തിൽ നിന്ന് ഒഴിവാകുന്നുള്ളത്? അല്ല. അപ്പം എനിക്ക് ആ ഒരു വാതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ശുക്ർ ചെയ്യാം. ഇനി എനിക്ക് ആ റമദാൻ മാസം മൊത്തം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിനെങ്കിലോ സുജൂദിൽ കിടന്ന് കരഞ്ഞ് ശുക്ർ ചെയ്തോ. കാരണം ഇത് ചെറിയ കാര്യേ അല്ല. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഖബറിൽ ആലോചിക്കുന്നുണ്ടാവുക, എനിക്ക് ഈ ഒരു റക്കഅത്ത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബർ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഈ ഒരു വ്യക്തി ഇപ്പം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 റക്കഅത്ത് എനിക്ക് കിട്ടിയാൽ ഹൈറായിരിക്കും എന്നാണ് വിചാരിക്കുക എന്നുള്ളത്. അല്ലാതെ എനിക്ക് ഭയങ്കര സുഖ സൗകര്യങ്ങൾ, ദുനിയാവിലെ കുറച്ചും കൂടി സുഖ സൗകര്യങ്ങൾ കിട്ടിയാൽ മതി എന്നല്ല ഖബറിലുള്ള ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവുക. അവർ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 2 റക്കഅത്ത്.
അപ്പൊ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് കബറിലവിടെ കടന്നതിന്റെ അയ്യോ എന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു ഇപ്പം ചാൻസ് നൽകിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് റമദാനിലേക്ക് ആ ഒരു ഡോർ അള്ളാഹു സുബ്ഹാനഹു തുറന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടി കരയുന്നത് പോലെ സുജൂദിൽ കടന്ന് ദുആ ചെയ്തു, ശുക്ർ ചെയ്തു. കാരണം ഇത് ചെറിയ കാര്യമല്ല. പൊറുക്കലിന്റെ മാസം എന്താണ് അള്ളാഹു സുബ്ഹാനഹു നമുക്കൊരു ചാൻസ് ആയിരുന്ന ഒന്നും കൂടിയും തിരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടിയും അള്ളാഹു സുബ്ഹാനഹു അവസരം നൽകുന്നതാണ് ആ ഒരു പൊറുക്കൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാ? ശരിയായ രീതിയിൽ ശുക്ർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അത്രയും പുണ്യമാക്കിയിട്ടുള്ള ഒരു മാസമാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാസത്തിൽ നമ്മൾ കൂടുതലായിട്ട് എന്താ ചെയ്യണ്ടേ? ഒരുപാട് അമലുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലേ അല്ലേ? അമലുകൾ വർദ്ധിപ്പിക്കുക. സ്ക്രീന് കാണുന്നില്ലേ? ഓക്കെ, അമലുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈ അമലുകൾ വർദ്ധിപ്പിക്കൽ ഒരുപാട് അമലുകളില്ലേ, നമുക്കറിയില്ല, ഒരുപാട് അമലുകളുണ്ട്. ആ അമലുകളിൽ കുറച്ച് അമലുകൾ നമ്മൾ എന്താക്കുക, കുറച്ചധികം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ അമലുകൾ മെല്ലണ സമാധാനത്തിൽ ചെയ്താൽ മതി എന്നല്ല പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെന്താ, നിങ്ങൾ നന്മയിൽ മുന്നേറാനാ പറഞ്ഞത്, റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്. കാരണം പ്രത്യേകിച്ച് റമദാൻ എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള മാസേ അല്ല, കൂലികൾ ഇരട്ടിപ്പിക്കുന്ന ഒരു മാസം കൂടിയാണ് അല്ലെ. നരകത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്ന ഒരു മാസം കൂടിയാണ്. അപ്പൊ ഇത് എന്റെ ലാസ്റ്റത്തെ റമദാൻ ആണെങ്കിൽ, ഞാൻ ഇത് പറയുമ്പോൾ ശരിക്കും നിങ്ങളെ മനസ്സിൽ നിങ്ങളത് കാണണം. ഓക്കെ, ഇത് എന്റെ ലാസ്റ്റത്തെ റമദാൻ ആണ്. ഇനി ഞാൻ ഉണ്ടാവുക ഖബറിലാണ്, ആ കഫം പൊടവ ഇനി എന്റെ മേലാണ് ആൾക്കാർ നമസ്കരിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഇനി ഒരു ചാൻസ് ഇല്ല, ഇത് എന്റെ ലാസ്റ്റ് ആണ് എന്നുള്ളത് ശരിക്കും മൈൻഡിൽ വെക്കുക. അപ്പൊ ഇതെന്റെ ലാസ്റ്റത്തെ റമദാൻ ആണെങ്കിൽ ഞാൻ മടി പിടിച്ചിട്ടല്ല റമദാനിലേക്ക് കയറേണ്ടത്, അത്രയും അർജന്റോട് കൂടിയാണ് ഞാൻ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പൊ ഒരുപാട് അമലുകളുണ്ട്, പക്ഷെ കുറച്ച് അമലുകൾ നമ്മൾ കൂടുതൽ അധികം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റത്തെ അമല നമ്മൾ ഏതാ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? ഏതായിരിക്കും? നിസ്കാരം, പ്രയർ, ഖുർആൻ, നിസ്കാരം, സല, നമസ്കാരം, തഖ്വ. ഓക്കെ, പ്രേ ഓൺ ടൈം. ഓക്കെ, നീയത്ത്. ഓക്കെ, അൽഹംദുലില്ലാ. അതായത് ഫസ്റ്റത്തെ കാര്യം ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചാല് തൗബയാണ്. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം തൗബത്തുൻ നസൂഹ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്. കാരണം തൗബ എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. അത് ഏത് സമയത്തായാലും ഏത് സ്ഥലത്തായാലും തൗബ ചെയ്യാന്നുള്ളത് നിർബന്ധമാണ്. പക്ഷെ ഹൈറുള്ള മാസങ്ങളിൽ അത് കൂടുതൽ നമ്മൾ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം എന്താണ്? നമ്മുടെ തെറ്റുകൾ ഉണ്ടല്ലോ, നമ്മുടെ തെറ്റുകളാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മളെ ഹൈറിലേക്ക് തടയുന്നത്. കൂടുതൽ ഹൈറിലേക്കും നമ്മളെ തടയുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തെറ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലനെ നമ്മൾ പ്രോപ്പറായിട്ട് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, ശരിയായ രീതിയിൽ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് അവരാണ് വിജയികൾ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ തീരെ തൗബ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നതാണ്. അത് മാത്രമാണെങ്കിൽ ശരിയായ തൗബത്തുൻ നസൂഹ എന്നാ പറഞ്ഞത്, മനസ്സ് തട്ടിയിട്ടുള്ള ആ ഒരു തൗബ, അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന തെറ്റുകളായിട്ട് നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയി പോകും. പിന്നെ അതിൽ നിന്നും പുറത്ത് കടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് റമദാനിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം തൗബ, ഫസ്റ്റത്തെ കാര്യം. ഓക്കെ, തൗബത്തുൻ നസൂഹ. അപ്പൊ അങ്ങനെയാണെങ്കിൽ തൗബക്ക് 4 കണ്ടീഷൻസ് ഉണ്ട്. അറിയോ ഏതാണ് 4 കണ്ടീഷൻസ് എന്നുള്ളത്? ഒന്നാമത്തെ കാര്യം നമ്മൾ നാവ് കൊണ്ട് പറയാന്നുള്ളതാണ്. എന്താണോ ഞാൻ തെറ്റ് ചെയ്യും, യാ അല്ലാഹ് എനിക്ക് നീ പുറത്തു തരണേ, തൗബ നാവ് കൊണ്ട് പറയാന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? എന്റെ ബോഡിയെ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. എന്താണോ ഞാൻ ചെയ്യുന്നത് അതിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുക. മൂന്നാമത്തെ എന്താണ്? ഞാൻ ഉറച്ച തീരുമാനം എടുക്കുക, ഇനി ഞാൻ ഇതിലേക്ക് പോകൂല. സ്റ്റിൽ നമ്മൾ അതിലേക്ക് സ്ലിപ്പായി വീണ് പോവാം, കാരണം ആദമിന്റെ സന്തതികൾ എന്തായാലും തെറ്റ് ചെയ്യും. പക്ഷെ ആ ഒരു മൊമെന്റ് തീരുമാനം എടുക്കാൻ, ഞാൻ ഇനി പോകൂല എന്നുള്ളത്, ഈ ഒരു തെറ്റിലേക്ക് ഞാൻ ഇനി കടക്കൂല എന്നുള്ളത്. നാലാമത്തെ കാര്യം എന്താണ്? ആ ഒരു സ്ഥലത്ത് നിന്നും വിട്ടു മാറി നിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസ് ഉണ്ട് അല്ലെ, ഒരാളെ 100 ആൾക്കാരെ കൊന്നിട്ട് ഒരു പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്ത് തരും ചോദിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്ത് തരും, നീ ഇന്ന നാട്ടിലേക്ക് പോയാൽ മതി. ആ നാട്ടിൽ ആരാണ്? നല്ല ആൾക്കാരുള്ള നാടുകളാണ്, ആ നാട്ടിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ്.
അപ്പൊ നമ്മൾ ഒരു തെറ്റ് ആ ഒരു എൻവിറോൺമെന്റിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ശീലമാണ്, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ മ്യൂസിക് കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെറുതെ റീൽസ് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതലും ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക, ഏതെങ്കിലും ആൾക്കാരുടെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവർ മുമ്പ് അത് ചെയ്യാതിരിക്കുക, അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ ഈ 4 കാര്യങ്ങൾ എന്തായാലും നമ്മൾ തൗബയുടെ കാര്യത്തിൽ ശരിക്കും ശ്രദ്ധിക്കണം. ഈ 4 കണ്ടീഷൻ ആരാ ഒന്ന് പറയാ? 4 കണ്ടീഷൻ. കാരണം വെറുതെ നമ്മളിങ്ങനെ ക്ലാസ് കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. ആരാ പറയാ 4 കണ്ടീഷൻ? ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി, പ്രശ്നമില്ല. ഒന്നാമത്തത് നാവ് കൊണ്ട് പറയുക. യെസ്, ബറക്കല്ലാഹു ഫീക്ക്. രണ്ടാമത്തത് നമ്മുടെ ബോഡീനെ അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. 3, ഉറച്ച തീരുമാനം എടുക്കുക, ഇനി ഞാൻ അത് ചെയ്യൂല. 4, ആ സ്ഥലത്തുനിന്നും മാറി നിൽക്കുക. ബറക്കല്ലാഹു ഫീക്കും. അപ്പൊ എന്താ ഈ തൗബ നമ്മൾ ഏതിന്റെ മുന്നായിട്ട് ചെയ്യണം? നമ്മുടെ മരണം മുന്നിൽ കാണുന്നതിന്റെ മുന്നായിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമുക്കൊരു ചാൻസ് ഇല്ല എന്നുള്ളത്. അപ്പൊ ഒന്നാമത്തെ കാര്യം തൗബത്തുൻ നസൂഹ. ശരിക്കും ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ എല്ലാ ഹൈറിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല തടയും എന്നുള്ളതാണ്. ഖുർആനിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും, ജൂതന്മാർക്ക് അവർക്ക് ഹലാലായ ഭക്ഷണങ്ങൾ തടഞ്ഞത്, ഹറാമാക്കിയത് എന്ത് കാരണം കൊണ്ടാണ്? അവരുടെ തെറ്റുകൾ കാരണം കൊണ്ടാണ്. അപ്പൊ നമ്മളെ ഹൈറിലേക്ക് എന്തോ തടയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റുകൾ കാരണമാണ്. അപ്പൊ മനസ്സ് തട്ടിയിട്ട് തൗബ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഖിയാമയാണ്. ഇമാമിന്റെ കൂടെയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ആ ഇമാം കംപ്ലീറ്റ് ആക്കുന്നത് വരെ നിൽക്കുക എന്നുള്ളതാണ്. പകുതിക്കുന്ന് പോവാൻ പാടില്ല. ഇമാമിന്റെ കൂടെ തന്നെ നമസ്കരിച്ചെങ്കിൽ മാത്രമാണ് രാത്രി മൊത്തം നമസ്കരിച്ച ആ ഒരു പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഖുർആനാണ്. നമുക്ക് എല്ലാവർക്കും അറിയില്ലേ ഖുർആൻ ഓതുക എന്നുള്ളത്. എന്നാൽ ഖുർആൻ ഓതുന്നതിന് 3 മോഡുണ്ട്, 3 ലെവലുണ്ട്. എല്ലാവർക്കും അറിയുന്നതായിരിക്കൂലേ 3 ലെവല്. ഒന്നാമത്തെ ലെവൽ ഏതാ? ഇതൊക്കെ നമ്മൾ നമ്മളെ റമദാനിലേക്ക് കൊണ്ടുവരണം. എന്നും എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യാൻ പാടില്ല. നിയത്ത് വെക്കുക. ഇപ്പോഴും നമ്മൾ നിയത്ത് വെക്കുക, ഓക്കെ ഞാൻ ഖുർആൻ ഇന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യും. അതിന്റെ ഇടക്ക് നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പ്രതിഫലം നമുക്ക് തരും. അപ്പൊ ഒന്നാമത്തെ ലെവൽ എന്താണ്? നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റിസൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഫസ്റ്റത്തെ ലെവൽ എന്ന് പറയുന്നത് റിസൈറ്റ് ചെയ്യുക, സാധാ പോലെ നമ്മൾ ഓതുമല്ലോ, ഓരോ ലെറ്ററിനും അതിന്റെ പ്രതിഫലം ഉണ്ട് അല്ലെ, 10 ഉണ്ട്. ഇനി രണ്ടാമത്തെ ലെവൽ എന്താണ്? തദബ്ബുർ ചെയ്യുക എന്നുള്ളതാണ്. തദബ്ബുറിനെ എങ്ങനെ ഹെൽപ്പ് വരും? ആദ്യം തഫ്സീർ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ തദബ്ബുർ ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ ലെവൽ എന്താണ്? തിലാവൽ അമലിയ, അതായത് നമ്മുടെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. നമ്മൾ തദബ്ബുർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അത് നമ്മുടെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം 1 മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് ഒരായത്തെങ്കിലും നമ്മൾ തദബ്ബുർ ചെയ്യാതെ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, എത്ര കാലം നമ്മൾ ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടെ ഇറക്കിയത്? ആ ഇബാദത്ത് ചെയ്യാനാണ്. പക്ഷെ നമുക്ക് താല്പര്യം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഉള്ള ഷോപ്പിങ്ങും അതും ഇതും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അടുത്ത എന്താണ്? 4ാമത്തെ കാര്യം നോമ്പുള്ള ആൾക്കാരെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതാണ്. 5ാമത്തെ കാര്യം എന്താ? കൂടുതൽ എന്ത് ചെയ്യുക? നമ്മൾ ജനറസ് ആവുക എന്നുള്ളതാണ്. അതായത് എന്താ? കൂടുതൽ സ്വതക്ക കൊടുക്കുക. നമുക്ക് എന്താണോ അറിയുന്നത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യുക. ചെയ്യുന്ന ഏത് കാര്യമായാലും അത് അത്രയും അധികം വിശാലമാക്കിയിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒബ്വിയസ്ലി 6ാമത്തത് നോമ്പെടുക്കുക, 7ാമത്തത് ഇഅ്തികാഫാണ്. ഇഅ്തികാഫിന്റെ വിഷയത്തിൽ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ, ഇഅ്തികാഫ് ഇരിക്കാൻ തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും പിറ്റേന്ന് എല്ലാവരോടും പോയി പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്, ഞാൻ പള്ളിയിൽ ഇരുന്നിട്ട് പറയേണ്ട ആവശ്യമില്ല. അത് നിങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും തമ്മിൽ മാത്രമായാൽ മതി. അതിന് എല്ലാവരോടും പോയി പാടി നടക്കേണ്ട ആവശ്യമില്ല. നിയത്ത് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഈ കാര്യങ്ങൾ ഒരുപാട് അമലുകളുണ്ട്. പക്ഷെ ഈ അമലുകൾ എന്ത് ചെയ്യുക? കൂടുതൽ ഇതിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ഓൾറെഡി നമ്മുടെ പോസ്റ്ററിൽ കണ്ടതുപോലെ നമ്മൾ നോക്കാൻ പോകുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഡെയിലി ലൈഫ്. നമ്മളെ അധികം ആൾക്കാരും ഈ ഫോണിൽ വേറെ കുറെ ആൾക്കാരുടെ ഡേ ഇൻ മൈ ലൈഫ് കാണുമല്ലോ. നമുക്ക് ശരിക്കും നമ്മുടെ റോൾ മോഡലായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റമദാനിലെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഡേ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം. റെഡി ആണല്ലോ? ഓക്കെ.
ഓക്കെ, ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഓക്കെ, ഒരു റമദാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കുറെ റൂൾസും കാര്യങ്ങളും മാത്രമല്ല, നമുക്കൊരു ലിവിങ് എക്സാമ്പിൾ വേണം അല്ലെ. എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാന് ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ശരിക്കും പഠിക്കണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് നമ്മുടെ ശരിയായ ആ ഒരു ടീച്ചർ എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഒരു ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ കാറ്റ് പോലെയാണെന്ന് പറയുന്നത്. അത്രയും അധികമായിരുന്നു, രാത്രിയായാലും ഇബാദത്തിലും മുഴുകും. അത്രയും സ്പെഷ്യൽ ആയിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഒരു ദിവസം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓരോ സമയം എന്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്നുള്ളതാണ്. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് പുലർച്ചയ്ക്ക് മുമ്പ്, അതായത് ഫജറിന്റെ മുമ്പാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനായിട്ട് ആദ്യം എഴുന്നേൽക്കും. എഴുന്നേറ്റ ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചിന്തിക്കുക, ഇന്നത്തെ ദിവസം എങ്ങനെ പോണം എന്നുള്ള രീതിയിലല്ല. അതായത് ആരാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ഒരു ജീവിതം തിരിച്ചു നൽകിയത്, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലനെ ഓർമ്മിച്ചുകൊണ്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് കണ്ണ് തുറന്നു കഴിഞ്ഞപാട് ആ ഒരു ദുആ ചെയ്യാന്നുള്ളതാണ്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദ മാ മാതനാ വ ഇലൈഹിൻ നുശൂർ. എന്നിട്ട് കണ്ണുകളിൽ നിന്ന് ആ കണ്ണിലെ ഉറക്കങ്ങളൊക്കെ മാറ്റുന്നതാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലനെയാണ് കണ്ണ് തുറന്നവിടെ ഓർമ്മിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്കിനെ നോക്കും. എന്നിട്ട് മിസ്വാക്ക് എടുക്കും, പല്ല് നല്ലോണം ക്ലീൻ ചെയ്യും എന്നാ പറയുന്നത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിലേക്ക് വേണ്ടി എഴുന്നേൽക്കും. ചില റിവായത്തിൽ നമുക്ക് കാണാൻ പറ്റും, അതായത് ചില സമയത്ത് ജനാബത്തോടു കൂടിയാണ് എഴുന്നേൽക്കുക. ആ സമയമാണെങ്കിൽ അവിടെ നിന്ന് തന്നെ വേഗം കുളിച്ചിട്ടാണ് പിന്നെ ബാക്കിയിലേക്ക് പോവുക. എന്നിട്ട് ഒരു വസ്ത്രം ധരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്താക്കും, നല്ലൊരു വസ്ത്രം ഇടും. എന്നിട്ടാണ് തഹജ്ജുദിലേക്ക് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. ഇതാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്, തഹജ്ജുദ് വരെയുള്ള സമയം. രാവിലെ എഴുന്നേൽക്കും. ഇത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശരിക്കും നോക്കാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. രാവിലെ എഴുന്നേൽക്കും. എഴുന്നേറ്റ ഉടനെ വേറെ കുറേ കാര്യങ്ങളല്ല, അയ്യോ ആടാ സമൂസക്ക് പരത്താനുണ്ടല്ലോ, ഉന്നക്കായ്ക്ക് ഇതാക്കിയിട്ടില്ലല്ലോ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അതൊന്നുമല്ല ചിന്ത. ഓക്കെ, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ എന്താണ്, അള്ളാനെ ഓർമ്മിക്കുക എന്നുള്ളതാണ്. എനിക്കൊരു ചാൻസ് ഒന്നും കൂടി കിട്ടി, ചെറിയ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു ചാൻസും കൂടി നൽകുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് പിന്നെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്താക്കുക, ദുആ ചെയ്യുക, കണ്ണിൽ നിന്ന് ആ ഉറക്കച്ചടവുകളൊക്കെ മാറ്റുക. എന്നിട്ട് എന്താക്കുക, മിസ്വാക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ പ്ലീസ് മിസ്വാക്ക് വാങ്ങുക എന്നുള്ളതാണ്. എന്നിട്ട് മിസ്വാക്ക് ശീലിപ്പിക്കുക. നമുക്ക് ആ ഒരു സുന്നത്ത് എടുക്കാം. കാരണം റമളാനാണ്, എത്രത്തോളം എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യുക എന്നുള്ളതാണ്. ആ സുന്നത്ത് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡ്രസ്സ് മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ ആ രാത്രി ഇട്ട അതേ ഡ്രസ്സിൽ തന്നെ പോവാതെ പറ്റുമെങ്കിൽ ആ തഹജ്ജുദിന്റെ സമയത്ത് നിങ്ങൾക്ക് വേറെ തന്നെ ഒരു നിസ്കാര കുപ്പായൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അത്രയും അധികം രസത്തോടു കൂടിയായിരിക്കണ്ടേ നമ്മൾ എത്തേണ്ടത്. അപ്പൊ പല്ലൊക്കെ തേച്ച് ക്ലീൻ ചെയ്ത് ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്താക്കുക, തഹജ്ജുദിലേക്ക് നമ്മൾ പോവാന്നുള്ളതാണ്. അപ്പം ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയൊരു മരണത്തിൽ നിന്നുള്ള എഴുന്നേൽപ്പാണ് അല്ലെ. അങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും ഉറക്കിനെ കണ്ടത്. അപ്പൊ ഓരോ മോർണിംഗും ഓരോ ചാൻസ് ആന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒച്ചപ്പാടാക്കിയിട്ടും ടെൻഷൻ അടിച്ചിട്ടും അല്ല രാവിലെ എഴുന്നേറ്റത്. നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഫോൺ നോക്കുക, ആ ഫോണിൽ എന്തെല്ലാം വന്നേന്ന് നോക്കുക, അതൊക്കെ ഒഴിവാക്കുക. ഫോൺ എന്ന് പറഞ്ഞൊരു സംഭവം ആ ഒരു സമയത്ത് വേണ്ട, അതങ്ങ് മാറ്റി വെക്കുക. പറ്റുമെങ്കിൽ ആ മിസ്വാക്ക് നിങ്ങളുടെ അടുത്ത് വെക്കുക. എന്നിട്ട് എന്താക്കുക, തുടങ്ങുക, നീയത്തെ ശുദ്ധീകരിച്ചിട്ട് നമ്മുടെ ബോഡിയും ഒക്കെ ശുദ്ധീകരിച്ചിട്ട് നമ്മൾ എന്താക്കുക, നമ്മുടെ ആ ഒരു ദിവസം തുടങ്ങുക എന്നുള്ളതാണ്. ഇനി അടുത്ത എന്താണ്, അത്താഴാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിച്ചത് ഏത് സമയത്തായിരുന്നു? അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ചോറും സാമ്പാറും കറിയും പത്തിലും അതും ഇതും ഒരുപാടൊന്നല്ല. ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ ഈത്തപ്പഴം, ആ ഒരു രീതിയിലായിരുന്നു. ഇനി ഈത്തപ്പഴം ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം അല്ലെങ്കിൽ ഈത്തപ്പഴം മാത്രം എന്നുള്ള രീതിയിലായിരുന്നു. അതും കുറേ നേരം ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇല്ല. അതായത് സെയ്ദ് ബിൻ ദാബിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു 50 ആയത്ത് ഓതേണ്ട ഒരു സമയം, അത്രയും സമയമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നത്, സുഹൂർ അത്താഴം കഴിച്ചത്. അത് 50 ആയത്ത് എന്നൊക്കെ പറയുമ്പോൾ എത്രയാ, ഒരു 5-10 മിനിറ്റ്. അപ്പം ഫജറിന് അടുപ്പിച്ചിട്ടായിരുന്നു എന്ത് ചെയ്തത്, അത്താഴം കഴിച്ചത്. എന്നിട്ട് നേരെ എന്ത് പോവും, നമസ്കാരത്തിലേക്ക് പോകും എന്നുള്ളതാണ്. പിന്നെ അവിടെ ഇവിടെ ഇരിക്കുക, കുറെ ഇരുന്ന് വർത്താനം പറയുക, അങ്ങനത്തെ കാര്യമൊന്നുമില്ല. പോയിട്ട് ഉറങ്ങുക, അങ്ങനത്തെ കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യുക, ഫജറിന് അടുപ്പിച്ചിട്ട് ഒരു 50 ആയത്തൊക്കെ ഓതേണ്ട ആ ഒരു സമയത്തിന് അടുപ്പിച്ചിട്ട് എന്താക്കുന്നതാണ്, അത്താഴം കഴിക്കുന്നതാണ്. എന്നിട്ട് ഡയറക്റ്റ് നമസ്കാരത്തിലേക്ക് പോകുന്നതാണ്.
ഇവിടെ നമ്മൾ ചെയ്യേണ്ട പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്താ കൊണ്ടുവരേണ്ടത്? അത്തരത്തിന് ഒരുപാട് ഇരുന്ന് കഴിക്കാനൊന്നും നോക്കരുത്. ഓക്കെ, ഒരുപാട് ഹെവി ആയിട്ടുള്ളതൊക്കെ കഴിച്ചാൽ നമ്മൾ കുറച്ചേനെ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. ലൈറ്റ് ആയിട്ടുള്ളത് കഴിക്കുക, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകും എന്നുള്ളതാണ്. മനസ്സിലാക്കുക, ഈ ഒരു അത്താഴം ഒരു ഇബാദത്താണ് എന്ന് മനസ്സിലാക്കുക. വയറ് നിറക്കാനുള്ള സമയമല്ല, ഇതൊരു ഇബാദത്താണ് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ഫജറാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു, അത്താഴം കഴിച്ചു. ഇനി എന്താണ്? വീട്ടിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നതാണ്? പള്ളിയിലേക്ക് പോകുന്നതാണ്. പള്ളിയിലേക്ക് പോയിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതാണ്. ജമാഅത്തായിട്ട് നമസ്കരിച്ചതിന് ശേഷം അവിടെ ക്വൈറ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നതാണ്. ആ ഒരു സൂര്യന്റെ ആ ഒരു വെളിച്ചം വരുന്നത് വരെ ആ ഒരു ക്വൈറ്റ് ആയിട്ട് അവിടെ ഇരുന്നിട്ട് രാവിലത്തെ അദ്കാറും ഖുർആനും അതൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സമാധാനമായിട്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് ആ ഒരു സീനൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഫജർ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞു. അധികം ആൾക്കാരും എന്താണ്? വേഗം വീട്ടിലേക്ക് ഓടും, അല്ലെങ്കിൽ അതിനെ പോയിട്ട് ഉറങ്ങട്ടെ, അത്താഴത്തിന് എണീച്ചതാണ് വേഗം പോയിട്ട് ഉറങ്ങാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയിട്ട് ഉറങ്ങും. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സമാധാനമായിട്ട് ഇരുന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലനെ ഓർമ്മിക്കുന്നതായിരുന്നു. ചില സമയത്ത് സഹാബാക്കളും കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രാക്ടിക്കലായിട്ട് എന്താ കൊണ്ടുവേണ്ടത്? നമ്മൾ സുബ്ഹ് കഴിഞ്ഞാൽ വേഗം ബാക്കിയുള്ളതിലേക്ക് പോവാതെ അല്ലെങ്കിൽ ഉറക്കിലേക്ക് പോവാതെ എന്താ ചെയ്യാ? അവിടെ ഇരിക്കുക. ഒരു 10-15 മിനിറ്റ് എങ്കിലും നമ്മൾ അവിടെ ഇരിക്കുക. ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കുക. രാവിലത്തെ അദ്കാറ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. ഇന്നുള്ള ഇനി അങ്ങോട്ടുള്ള ദിവസം എളുപ്പാക്കി തരാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ആ ഒരു ജീവൻ നൽകാൻ വേണ്ടിയിട്ട്, ആ റൂഹ് ഇത് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? രാവിലത്തെ ആ ഒരു സമയായി. അങ്ങനെ സൂര്യന്റെ വെളിച്ചൊക്കെ വന്നു, ആ ഒരു സമയായി. ഇനി എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ടൈം വന്നപ്പോ എന്താണ്? ചില സമയങ്ങളിൽ ദുഹാ നമസ്കരിച്ചിട്ടുണ്ട്, 2-4 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? പിന്നെ ചെയ്തത് വീട്ടിലെ കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുറത്ത് ആടുകളും അങ്ങനത്തുണ്ടെങ്കിൽ അതിന്റെ പാൽ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വന്തമായിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. വേറെയും പല കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുക, കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയം. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ നമുക്ക് ശരിക്കും നോക്കാൻ പറ്റുന്നത് ആൾക്കാരോട് പെരുമാറുന്ന രീതി. നമ്മളെല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? ഉറപ്പാണല്ലോ നമ്മളെല്ലാവരും ചിലപ്പം ഈ ഒരു സമയത്ത് അടുക്കള പണിയും അതും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, ഈ ഒരു സമയത്ത് നമുക്ക് ദേഷ്യം വരുന്നുണ്ടോ? നമ്മൾ എല്ലാവരോടും നല്ല രീതിയിലാണോ സംസാരിക്കുന്നത്? കാരണം നോമ്പ് എല്ലാവർക്കും വേണമെങ്കിൽ, ചെറിയ കുട്ടിക്ക് വരെ വേണമെങ്കിൽ ട്രൈ ചെയ്താൽ നോമ്പ് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നാവ് കൺട്രോൾ ചെയ്യുക, ക്ഷമിക്കുക, എല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പാണെന്ന് വിചാരിച്ചിട്ട് ഫുൾ ടൈം ഞാൻ ഇബാദത്തിൽ ഇരുന്നെന്നല്ല പറയുന്നത്. എന്താണ്? ഫാമിലിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പണി ഈ ഒരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ മോശമായ സംസാരങ്ങളോ വേണ്ടാത്ത കാര്യങ്ങളോ ഒന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം ഒരിക്കലും അത് ചെയ്യൂല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. അത്രയും അധികം ക്ഷമയോടുകൂടിയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തത്. നമ്മളാണെങ്കിലോ വിശപ്പാണെന്ന് പറയും, ഇതാ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ, അല്ലെങ്കിൽ തന്നെ വിശന്നിട്ടിരിക്കുക എന്നുള്ള രീതിയിലേക്കാണ് നമ്മളെ ചിന്ത പോവുക. പക്ഷെ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും നമുക്ക് എല്ലാം കൺട്രോൾ പിടിച്ചു വെക്കാനുള്ള ഒരു സംഭവമാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്താക്കുക? നമ്മുടെ ഡെയിലി ലൈഫിൽ ഇനി എന്താ കൊണ്ടുവരേണ്ടത്? മനസ്സിലാക്കുക, നോമ്പ് എന്ന് പറഞ്ഞാല് ഫുൾ ടൈം നിങ്ങൾ 24 മണിക്കൂറും ഖുർആൻ എടുത്തിരിക്കണം എന്നല്ല പറയുന്നത്. ആവശ്യം വരുന്ന സമയത്ത് ഫാമിലിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആസ് എ സ്ത്രീകളാണ് നമ്മളെല്ലാവരും, നമുക്ക് നമ്മുടേതായ ഡ്യൂട്ടികളുണ്ട്, മക്കളുണ്ടാവും, അടുക്കളയിൽ പണിയുണ്ടാവും. നിങ്ങളൊരു ടൈം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ ഇതെന്റെ അടുക്കളേന്റെ ടൈമാണ്. ദുഹാ നമസ്കരിക്കുക, കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? അടുക്കളത്തെ പണിയോ എന്താണെന്ന് വിചാരിച്ചാൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. ആ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് വേണം? അത് ഇബാദത്താണ് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ്? അടുത്തതാണ് ഉച്ച മുതൽ വൈകുന്നേരം വരെ, ളുഹർ മുതൽ അസർ വരെ. അങ്ങനെ ലുഹാ നമസ്കരിച്ചു, ഫാമിലിനെ ഹെൽപ്പ് ചെയ്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പണികളൊക്കെ ചെയ്തിട്ട് എന്താണ്? ബാങ്ക് കേട്ട ഉടൻ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കൂല, ളുഹർ നമസ്കരിക്കാൻ വേണ്ടി ഓടും. സെയിം ആണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മൾ അടുക്കളപ്പണി, കിച്ചൺ പണി എല്ലാം ചെയ്ത് ഒരു പ്രശ്നമില്ല, ദിക്ർ വർദ്ധിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. ബാങ്ക് കേട്ട ഉടൻ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുമ്പോൾ അവിടത്തേക്ക് പോവുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അതായിരിക്കരുത് പ്രാധാന്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നതായിരിക്കണം നമുക്ക് പ്രാധാന്യം.
അങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ബാങ്ക് കേട്ട ഉടൻ എന്ത് ചെയ്തു? വേഗം നമസ്കരിക്കാൻ വേണ്ടി പോയി. വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിച്ചു. എന്നിട്ട് പള്ളിയിലേക്ക് പോയി. അവിടെ നിന്ന് എന്ത് ചെയ്തു? ജമാഅത്തായിട്ട് നമസ്കരിച്ചു. എന്നിട്ട് തിരിച്ചു വന്ന് ബാക്കി സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിന്ന് നമസ്കരിച്ചു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? ഖൈലൂല, അതായത് കുറച്ചു നേരം ഒരു നാപ്പ്, ഒന്ന് ഉറങ്ങുക എന്നുള്ളത്, റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ബോഡിക്ക്. കുറച്ചു നേരം കിടക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏർക്കണം ആ സമയം കൊണ്ട് നമ്മൾ ബാക്കി ഖുർആന്റെ ഖത്തം തീർക്കുക. നമുക്ക് എല്ലാവർക്കും ഒരു മത്സരമാണ്, ഖത്തം തീർക്കുക, ഖത്തം തീർക്കുക, ഖത്തം തീർക്കണം, അൽഹംദുലില്ലാഹ് ഖൈറാണ്. പക്ഷേ നമുക്ക് ആ ഒരു ബോഡിക്ക് റെസ്റ്റ് കൊടുത്താലാണ് ബോഡിയും മൈൻഡും മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ഖുർആൻ അള്ളാന്റെ വാക്കാണെന്നുള്ള അത്രയും ബോധത്തോടെ നമുക്ക് ഓതാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ നമ്മള് ചെയ്യാ? ഇത്ര പേജ് ഉണ്ട്, ഇത്ര പേജ് ഉണ്ട്, ഇത്ര പേജ് ഉണ്ട്, ഓ ഇത് തീർന്നാല് സെറ്റും എന്നുള്ള രീതിയിലായിരിക്കും മൈൻഡ് പോവാ. അപ്പൊ ഇത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. കയ്യിലൂല ആ ഒരു കുറച്ചു നേരം ലുഹറിന് ശേഷം ഒരു കുറച്ചു നേരം എന്ത് ചെയ്യുക? ഒരു റെസ്റ്റ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇനി രാത്രിയിൽ ഒരു ഇബാദത്ത് ചെയ്യാനുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു എനർജിക്ക് വേണ്ടിയിട്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അസർ മുതൽ അങ്ങോട്ട് പള്ളിയിലേക്ക് പോവും, അദ്കാർ ചെയ്യും, എന്നിട്ട് എന്താ എല്ലാ ഭാര്യമാരുടെ വീടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യും, ആൾക്കാർക്ക് എന്തെങ്കിലും വേണ്ട പ്രശ്നങ്ങളോ കാര്യങ്ങളോ അത് ചെയ്യും, എന്തെങ്കിലും പ്രശ്നം നടക്കുന്ന അവിടെ ജഡ്ജ് ചെയ്യും. അങ്ങനെ എല്ലാ കാര്യങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഇവിടൊക്കെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ വെറുതെ സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നത് പോലെയല്ല, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് ആണ് മാത്രം. പിന്നെന്താണ്? നെക്സ്റ്റ് ആണ് മഗ്രിബ്. ലുഹർ മുതൽ അസർ വരെ എന്ത് ചെയ്യും? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ലുഹർ നമസ്കരിക്കും, എന്നിട്ട് കൈലൂല ചെയ്യും, എന്നിട്ട് എന്താണ് ആവശ്യമുള്ള പണികളും കാര്യങ്ങളൊക്കെ. പിന്നെ അസറിലേക്ക് പോകും, എന്നിട്ട് അസർ കഴിഞ്ഞ് മഗ്രിബ് വരെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് സഹാബാക്കളും കുറച്ച് ക്ലാസ്സും അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്ത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുകും എന്നുള്ളതാണ്. പിന്നെന്താണ്? മഗ്രിബാണ്. ഇവിടെ സ്ലൈഡ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. ഒരു സ്ലൈഡ് വിട്ടുപോയിട്ടുണ്ട്, സോറി. ഒരു സ്ലൈഡും കൂടിയുണ്ട്. അതായത് മഗ്രിബാണ്. ഓക്കെ, മഗ്രിബില് എങ്ങനെയാണ് നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമീഡിയറ്റ്ലി, അതായത് കുറച്ച് കഴിയട്ടെ, ഒരു 5 മിനിറ്റ് കഴിയട്ടെ, ബാങ്ക് ശരിക്കും കേട്ടിട്ടില്ല, ഒരു 5 മിനിറ്റും കൂടി കഴിയട്ടെ, എന്നാൽ സൂക്ഷ്മതക്ക് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റും കൂടി കഴിയട്ടെ എന്ന രീതിയിലല്ല, ശരിക്കും മനസ്സിലാക്കുക. അതായത് ബാങ്ക് കേട്ട ഉടൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറന്നു എന്നുള്ളതാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്റെ ഉമ്മത്തിന്റെ കണ്ടീഷൻ നന്നാവും എത്രത്തോളം? നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുന്നത് വരെ. എങ്ങനെയാണ് നോമ്പ് തുറന്നത്? ഫ്രഷ് ആയിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അത് കൊണ്ട് നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. അതില്ലെങ്കിൽ ഉണങ്ങിയ ഈത്തപ്പഴം കൊണ്ട്, അതും ഇല്ലെങ്കിൽ എന്താണ്, ഒരു ഗ്ലാസ് വെള്ളം സിപ്പ് ചെയ്തിട്ട് അങ്ങനെ നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. എന്നിട്ട് എന്താ? ദുആ ചെയ്യുക. ദുആ ചെയ്യുക. ആ ലൈറ്റ് ആയിട്ടുള്ള ഇഫ്താർ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് എവിടെയാണ്? മഗ്രിബ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇവിടെ നമ്മൾ ഒരു മാറ്റം നമ്മൾ ഇൻഷാ അല്ലാഹ് കൊണ്ടുവരണം. എല്ലാ കടികളും തിന്നു കഴിഞ്ഞ് എല്ലാ സംഭവവും കഴിഞ്ഞ് എന്നിട്ട് മഗ്രിബ് ലൈറ്റ് ആയിട്ടല്ല നമ്മൾ നമസ്കരിക്കേണ്ടത്. ശരിക്കും മനസ്സിലാക്കുക. ഈത്തപ്പഴം തിന്നുക, വെള്ളം കുടിക്കുക, പറ്റുമെങ്കിൽ ആ വിശപ്പ് അടങ്ങുന്നത് വരെ, വയറ് ഫുള്ളാക്കണ്ട, വിശപ്പ് അടങ്ങുന്നത് വരെ ഒന്ന് കഴിച്ചിട്ട് എന്ത് ചെയ്യുക? വേഗം മഗ്രിബ് നമസ്കാരത്തിനേക്ക് വേണ്ടി പോവുക എന്നുള്ളതാണ്. നമ്മളിൽ അധികം ആൾക്കാരും ആണുങ്ങളാണെങ്കിൽ എന്താ ജമാഅത്ത് നഷ്ടപ്പെടുത്തും, പെണ്ണുങ്ങളാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ട് നമസ്കരിക്കും, ചിലപ്പോൾ പാത്രം വരെ കഴുകിയിട്ടായിരിക്കും മഗ്രിബ് നമസ്കരിക്കാൻ വേണ്ടി പോവാം. ലൈറ്റ് ആയിട്ടുള്ള ഇഫ്താർ ചെയ്യുക, എന്നിട്ട് എന്താക്കുക? വേഗം മഗ്രിബ് നമസ്കരിക്കാൻ വേണ്ടി പോവുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടും ഇതാക്കിയിട്ടും അവിടെ ഇരുന്നിട്ടില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്? ആ ഭക്ഷണം നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഫോക്കസ് കൊടുത്തത്. ശുക്ർ ചെയ്തു. കാരണം എന്താ? വലിയൊരു കാര്യമില്ലേ, നമുക്കൊരു റമളാൻ കിട്ടി. ആ രാവിലെ മുതൽ ആ നോമ്പ് തുറക്കുന്നത് വരെയുള്ള ആ ഒരു റമളാന് നമുക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തൗഫീഖ് നൽകി. വേഗം മഗ്രിബിലേക്ക് പോവാ, ശുക്ർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അവിടെ വെറുതെ ലേറ്റ് ആക്കുക, ഇരിക്കുക, കുറെ വർത്താനം വരെ തിന്ന് ഇരുന്ന് കുറെ കടികൾ അതും ഇതും കഴിച്ചിട്ട് അങ്ങനെ നിൽക്കാതെ വേഗം അവിടത്തേക്ക് പോവാന്നുള്ളതാണ്. ഇനിയാണ് എന്ത്? ആഫ്റ്റർ ഇഷ നമസ്കാരത്തിന് ശേഷമാണ് എന്ത് തുടങ്ങുന്നത്? ശരിയായ പണി തുടങ്ങുന്നത്. ആ ഒരു ഇബാദത്ത് എന്ന് പറഞ്ഞ ശരിയായത് തുടങ്ങുന്നത് ഇഷ നമസ്കാരത്തിന് ശേഷമാണ്.
തറാവിയ ആദ്യം 2-3 രാത്രികളിൽ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീടുകളിലാണ് നമസ്കരിച്ചത്. കാരണം എന്താണ്, എന്റെ ഉമ്മത്തിക്ക് അത് നിർബന്ധമാക്കുമോ എന്നുള്ള പേടിയിലാണ് അങ്ങനെ ചെയ്തത്. പിന്നെ എന്താണ്, ജിബ്രീൽ അലൈഹിസ്സലാം വരും, ഖുർആൻ റിവ്യൂ ചെയ്യും എന്നുള്ളതാണ്. ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ ഓതലല്ല, അത് മനസ്സിലാക്കി ഇതാക്കിയിട്ടാണ്, ശരിയായ രീതിയിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പണി തുടങ്ങേണ്ടതും ഇനി ഈ രാത്രിയിലാണ്. ആ ഒരു രാത്രിയിൽ നമ്മൾ തുടങ്ങാന്നുള്ളതാണ്. അതുപോലെ തന്നെ അവസാനത്തെ പത്തിലേക്ക് വേണ്ടിയിട്ടാണ് എല്ലാ എനർജിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിവെച്ചത്. കാരണം അവസാനത്തെ 10 എത്തുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യനും കുടുംബം ഒക്കെ വിളിച്ചുണർത്തും ആ ഒരു ദിവസം. കാരണം മുറുക്ക കെട്ടും എന്നാ പറയുന്നത്. ഭാര്യയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാം മുറുക്ക ഇങ്ങനെ കെട്ടും, എന്നിട്ട് ഇബാദത്തിലേക്ക് അങ്ങേയറ്റം മുഴുകും എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ റമദാൻ 1 മുതൽ റമദാൻ 20 വരെ നമ്മൾ എന്താക്കണം, മെല്ലണ കൊണ്ടുവരണം. ഒറ്റയടിക്ക് ആ നോമ്പ് വന്ന് ഇനി മുതൽ ഞാൻ ഫുള്ള് ഖുർആനും അതും ഇതും എല്ലാം ഒറ്റയടിക്ക് നിന്നാൽ അവസാന 10 എത്തുന്ന സമയത്ത് എന്താവും, നമ്മൾ ഡൗൺ ആവും. പിന്നെ നമുക്ക് അതിന്റെ ആ ഒരു ഫോക്കസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ ശരിക്കും എന്ത് ചെയ്യാം, 1 മുതൽ 20 വരെ എന്ത് ചെയ്യാം, മെല്ലണ എന്ത് ചെയ്യാം, ഒരുപാട് അമലുകൾ ചെയ്യാം. പക്ഷെ ഓവറായിട്ട് നമ്മളെ ബോഡിക്ക് ഇത് ചെയ്യാൻ ഓവർ സ്ട്രെസ് കൊടുക്കരുത്. ഈ 1 മുതൽ 20 വരെ എന്ത് ചെയ്യുക, ആ കൈലൂലൊക്കെ ചെയ്യുക, ആ ബോഡിക്ക് റെസ്റ്റ് ഒക്കെ കൊടുക്കുക. എന്നിട്ട് അവസാന 10 എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഫുൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇനി ഒരു ചാൻസ് നമുക്ക് കിട്ടണം എന്നില്ല. ഇതിലൂടെ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തരുന്ന എന്താണ്, ഈ ഒരു മാസം എന്ന് പറയുന്നത് നമ്മളെ ബോഡിയും നമ്മളെ ഹാർട്ടും എല്ലാം എന്താണ്, ഒരു പ്രിപ്പറേഷൻ ട്രെയിനിങ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ എല്ലാം എവിടത്തേക്ക് ഒഴിക്കണം, ഈ അവസാന 10 നമ്മൾ മൊത്തം ചെയ്യേണ്ടത്. ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് നമ്മൾ ഈ ഒരു സമയത്ത് എടുക്കുക. ആ ദുആകൾ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ, ആ ഒരു ദുആ ചെയ്യുക. കാരണം ഇതാണ് അവസാനം. കാരണം ഒരു കുതിര എന്ന് പറഞ്ഞാൽ, ഒരു റേസ് ചെയ്യുന്ന കുതിര എന്ന് പറഞ്ഞാൽ ആദ്യം മെല്ലണ പോവും. പിന്നെ അവസാനത്തുനിന്ന് കാണുന്ന സമയത്താണ് ഒരു 1.5 റേസ് അങ്ങ് ചെയ്യുക. അപ്പൊ അതേപോലെ ആയിരിക്കണം നമ്മൾ ആദ്യം മെല്ലണ എല്ലാം ഒറ്റടിക്ക് ചെയ്യാതെ മെല്ലണ ചെയ്തിട്ട് അവസാന 10 നമ്മൾ ഒരു 1.5 ഇബാദത്തായിരിക്കണം നമ്മൾ അവിടെ കൊണ്ടുവരേണ്ടത്. അപ്പൊ ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഒരു ദിവസം എന്ന് പറയുന്നത്. അതായത് ബാലൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫുൾ ടൈം ഖുർആൻ വെച്ചിരിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല. നമുക്ക് ഫാമിലി ഉണ്ട്, പ്രത്യേകിച്ചിട്ട് നമ്മൾ സ്ത്രീകളാണ് അല്ലെ, നമുക്ക് നമ്മുടേതായ എന്തുണ്ട്, പണികളുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ചിലപ്പം ചില ആൾക്കാർക്ക് ചെറിയ കുട്ടികൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി, ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. ഖുർആൻ ഓതുന്ന സമയത്ത് കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെക്കുക, കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ നിയത്ത് മാറ്റുക, യാ അല്ലാഹ് ഞാൻ നിന്റെ അടിമക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണെന്നുള്ള ആ ഒരു നിയത്തിൽ എന്ത് ചെയ്യുക, ആ നിയത്ത് മാറ്റിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതാണ് കൺസിസ്റ്റൻസിയാണ്. എല്ലാം കൺസിസ്റ്റൻസ് ആയി ചെയ്യുക. ഒരു പ്രാവശ്യം ചെയ്തിട്ട് എന്നാ പിന്നെ ഒഴിവാക്കുക, ഇനി അടുത്ത ചെയ്യാം എന്നുള്ള ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഫുള്ളായിട്ട് ചെയ്യാന്നുള്ളതാണ്. നിയത്ത് ശരിയാക്കുക. നോമ്പാണെന്ന് വിചാരിച്ചാൽ ഒരാളുടെ കാര്യം നോക്കാതിരിക്കാനല്ല പറയുന്നത്, എല്ലാവർക്കും അവരവരുടെ ഹക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കേണ്ട ഹക്ക് കൊടുക്കുക, മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കുക, മക്കൾക്ക് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കേണ്ട ഹക്ക് കൊടുക്കുക. കൂടെ തന്നെ നമ്മളെ ബോഡിക്ക് കൊടുക്കേണ്ട ഹക്കും നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ പല ഇബാദത്തുകളും ചെയ്യുന്ന സമയത്ത് നമുക്ക് മടി പിടിക്കോ? ചില ആൾക്കാർ പറയും ബോറടിക്കുന്നു, ഇതെന്നെ ചെയ്തുകൊണ്ട് ഉറക്കം വരുന്നു, ഉണ്ടാവോ? ഫുൾ ടൈം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും മടി പിടിക്കാറുണ്ടോ? ചിലപ്പോ ഉറക്കം വരാറുണ്ട്. യെസ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോ നമ്മളൊന്ന് ബാക്കോട്ടൊക്കെ പോകൂലേ, ചിലപ്പോ ഒന്ന് ഡൗൺ ആയി പോകൂലേ, ആദ്യം കണ്ട ആ ഒരു ആവേശം പിന്നെ കാണൂല. ആ സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയാന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യാ? ദുആ ചെയ്യാന്നുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബൻ. ഈ ഒരു ദുആ നമ്മൾ പഠിച്ചിട്ട് ദുആ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയാ. എന്നിട്ട് എന്താ അധികവും എന്ത് പറയാ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാം. കാരണം നമുക്ക് ഒരു പവറും ഇല്ല, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ വീണ് പോയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉയർത്തും.
ഫസ്റ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തിരിയുക, ആ മടിയൊക്കെ വരുന്നതിനുള്ള ദുആ ശരിക്ക് നമ്മൾ മനസ്സ് തട്ടിയിട്ട് ദുആ ചെയ്യുക. അധികവും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാം. ഇനി ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ഉറക്ക് വരുന്നുണ്ടെങ്കിൽ, ക്ഷീണാവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ഇബാദത്ത് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ ഓതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പം ഒരു ക്ഷീണാവുന്നുണ്ടാവും, ഉറക്കണം. വേഗം എന്താക്കുക, അത് അവിടെ വെക്കുക. എന്നിട്ട് വേറെ എന്തെങ്കിലും എഴുന്നേറ്റിട്ട് വേറെ എന്തെങ്കിലും ഇബാദത്തിലേക്ക് മുഴുകുക. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം അത് ഇബാദത്താക്കിയിട്ട് മാറ്റുക. എന്താ യാ റബ്ബേ, ഞാൻ നിന്റെ അടിമനെ ഭക്ഷിപ്പിക്കുന്നുണ്ട് യാ റബ്ബേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ലെക്ചേഴ്സ്, ഏതെങ്കിലും ക്ലാസ് കേൾക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് കേൾക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഇബാദത്തുകൾ മാറ്റുക എന്നുള്ളതാണ്. ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗൺ ആവുന്ന ഫീൽ തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നേരെ വേറൊരു ഇബാദത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ നോക്കുക. ആ ഒരു ഗ്രൂപ്പ് പറ്റൂല എന്നുണ്ടെങ്കിൽ, കാരണം പ്രത്യേകിച്ചിട്ട് പറയാൻ ഈ പുറത്തൊക്കെ പോകണമെന്നില്ല ഇപ്പൊ ഗ്രൂപ്പ് കിട്ടാനൊന്നും, ഫോണിനുള്ളിൽ തന്നെ ഉണ്ട്. നോമ്പിന്റെ സമയമെങ്കിലും ആ ഫോണിൽ വേണ്ടാത്ത ഫോർവേഡ് മെസ്സേജ്, വേണ്ടാത്ത കുറെ കാര്യങ്ങൾ, വേണ്ടാത്ത ചാറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചാളാം. നമ്മൾ ഫോൺ തുറക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിക്കുന്ന ഗ്രൂപ്പും ആൾക്കാരും സ്റ്റാറ്റസും ഇങ്ങനത്തെ കാര്യങ്ങളെ നമ്മൾ കാണാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയി പോകും. പിന്നെന്താണ്? കൈലൂല ചെയ്യാന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്ക് എനർജി നമുക്ക് കുറയും. ആ ഒരു ഉച്ചന്റെ ആ ഒരു ഉറക്ക് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. വേറൊരു കാര്യം, നമുക്ക് ടഫായിട്ടുള്ള ടാസ്കുകൾ ഉണ്ടാവല്ലോ. ചിലപ്പം ഖുർആൻ ഓതുന്നുള്ള നമുക്ക് കുറേയൊക്കെ ഭയങ്കര ടാസ്ക് ആയിരിക്കും. എന്താ ചെയ്യാ? കുറച്ചധികം പേജ് രാവിലെ തന്നെ ചെയ്യാന്നുള്ളതാണ്. ടഫായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ രാവിലത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളത്. കുറേയൊക്കെ നമ്മുടെ എനർജി എന്താവും? ഭയങ്കരമായിട്ട് ലോ ആവും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഈ ഒരു റമളാൻ എങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ദിവസത്തിന്റെ കാര്യമാണ് ഇപ്പം ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാലും ഒരു ചോദ്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട് അല്ലെ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നമ്മൾ പ്രിപ്പയർഡ് ആയി, നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ നമുക്ക് മനസ്സിലായി. സ്റ്റിൽ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത ഉണ്ടാവണം. കാരണം ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. സെക്കൻഡ് ബൈ സെക്കൻഡ് ആണ്. നമുക്ക് ശരിക്കും മനസ്സിലാക്കാത്തത് കാരണമാണ് നമ്മൾ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഓരോ കാലടി എന്താണ്? ഖബറിലേക്കുള്ള അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ മരണം എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ആസ്വദിക്കും എന്നാ പറഞ്ഞത്. മരിക്കും എന്ന് മാത്രമല്ല പറഞ്ഞത്. ആസ്വാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ കയ്പായിരിക്കും, അല്ലെങ്കിൽ മധുരായിരിക്കും അല്ലെ. അപ്പം ഒരാൾക്കും നമ്മളെ മരിക്കുന്ന ആൾക്കാരെ മരണം നിർത്തിവെക്കാനും പറ്റൂല, നമ്മൾ മരിക്കുന്നത് പിടിച്ചു വെക്കാനും പറ്റൂല. പൈസക്കാരായാലും പാവപ്പെട്ടവരായാലും ചെറുതായാലും വലുതായാലും നമ്മൾ മരിക്കും എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ മരണത്തിനെ മുന്നിൽ കാണുന്നു, എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഒന്നൊന്നര എഫേർട്ട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. കാരണം ചെറിയ കാര്യമല്ല ഇത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ഒരു ഏജ് ലിമിറ്റ് എന്താണ്? 60 or 70. അതിന്റെ ബാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ബോണസ് ആണ്. എന്നാലും നമുക്ക് പറയാൻ പറ്റുമോ ഞാനിപ്പം മരിക്കൂല എന്നുള്ളത്? ഈ നെക്സ്റ്റ് മൊമെന്റ് ഇപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്ന് രാത്രിയോട് കൂടി എന്റെ മരണമാണോ? അല്ലാഹു അഅലം, എനിക്കറിയില്ല. കരഞ്ഞ് ദുആ ചെയ്യാ, യാ അല്ലാഹ് എന്നെ ഈ റമളാനിലേക്ക് എത്തിക്കണേ എന്നുള്ളത്. കാരണം ചെറിയ കാര്യമില്ല, ഒന്നും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് തന്നെ ഒന്നും കൂടി അയക്കുക യാ റബ്ബേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചാൻസ് ഉണ്ടാവൂല. അതായത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ മുന്നിൽ നിൽക്കേണ്ടതാണ്. ആ ഖബർ എന്ന് പറയുന്നത് ഇരുട്ടാണ്. ആ മലായിക്കൾ എന്ന് പറഞ്ഞാൽ നീല കണ്ണുള്ളതാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു എൻവിറോൺമെന്റ് ആണ്. എങ്ങനെ നമ്മൾ നിൽക്കും? അപ്പൊ ശരിക്കും നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇപ്പൊ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവും, ഭർത്താവ് എന്റെ കൂടെ ഉണ്ടാവും, മക്കൾ എന്റെ കൂടെ ഉണ്ടാവും, ഫാമിലി എന്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന ആൾക്കാർ ഒന്നും ഖബറിലേക്ക് എന്റെ കൂടെ വരൂല. ഞാനും എന്റെ അമലുകളും മാത്രമാണ്. അപ്പൊ അമലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നോമ്പായാലും എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ ഇബാദത്തായിട്ട് മാറ്റുക. കൂടുതൽ ക്ഷമ മക്കളോടായാലും ഭർത്താവിനോടായാലും ഒന്ന് ക്ഷമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. കാരണം ക്ഷമിക്കുന്നവന്റെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ മറന്നു പോകും ഈ സംഭവം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നമ്മൾ മരിക്കും. റമളാന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഖബറിലെ ആദ്യ രാത്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആണോ?
ബാക്കി എല്ലാവരും തിരിച്ചു പോകും. നമ്മളെ കുടുംബക്കാർ എല്ലാവരും അവിടെ ഖബറിലേക്ക് താഴ്ത്തി വെച്ചിട്ട് അവർ അങ്ങ് പോകും. നമ്മളെ കാലടി ഒച്ചൊക്കെ നമ്മൾ കേൾക്കും. ശരിക്കും ഞാൻ പറയാൻ ഇതൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ മരിച്ച് നമ്മളെ കഫൻ പുടയിൽ പൊതിഞ്ഞിട്ട് നമ്മളെ ഖബറിലേക്ക് താഴ്ത്തുന്ന സമയത്ത് കുടുംബക്കാർ എല്ലാവരും പോകും. അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവർ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങും. പിന്നെ അവർ ഡെയിലി ലൈഫായി. നമ്മളാണ് അവിടെ ഒറ്റക്ക് ഉണ്ടാവുക. അപ്പൊ ശരിയായ രീതിയിൽ നമ്മളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മളിപ്പം പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരാളും പ്രിപ്പയർ ആവൂല. നമ്മൾ ശരിക്കും മരണത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് റമളാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഗസ്റ്റിനെ വരവേൽക്കാൻ നമുക്ക് അത്ര വലിയ പേടി ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പൊ ഒരു പേടി വേണം, യാ അല്ലാഹ് റമളാനിലേക്ക് എന്നെ എത്തിക്കോ എന്നുള്ളത്. കാരണം ഏത് മൊമെന്റും ഇപ്പൊ ഞാൻ ഭൂമിയുടെ മേലെയാണ്, ഇനി ഞാൻ ഭൂമിയുടെ താഴെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഞാനിത് ഒന്നും കൂടി വെച്ചരാ, കാരണം നമ്മളെ ഹൃദയത്തിലേക്ക് ശരിക്കും കയറേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. മാലിക്കൽ മുൽക്കൽ മലീക് അൽ ഹഖാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്. മരണം മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവൻ ചോദിക്കും, ഒന്ന് എന്നെ തിരിച്ചയക്കോ എന്നുള്ളത്. ഇനി നമുക്കൊരു ചാൻസിൽ എത്ര കാലം അയിന തദ്ഹബൂൻ, ഇത് എവിടത്തേക്കാ പോക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ വാക്കാണ്. ഇനി എനിക്കൊരു ചാൻസ് ഇല്ല. ഇനി നെക്സ്റ്റ് ഞാൻ കഫം പുടവയിലാണെങ്കിൽ ഇനി ഞാൻ കാലിർജിയൂനി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ശരിയായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ വാക്കാണ് ഞാൻ കേൾക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ കേൾക്കുക. അത് ഹൃദയത്തിലെ കൊത്തി വെക്കുന്ന പോലെ തന്നെ ശരിക്ക് കേൾക്കുക. എന്താണ് ചോദ്യം ഒന്ന് മാത്രമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മരണം വരും, എല്ലാം വരും എന്നുള്ളത്. ഇപ്പം ചോദ്യം ഒന്ന് മാത്രമാണ്, തയ്യാറാണോ എന്നുള്ളത്. റമദാനിലേക്ക് മാത്രമായിട്ടല്ല, ആ ഖബറിലെ ആദ്യ രാത്രിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ് നമ്മളോട് എല്ലാവരോടും ഉള്ള ചോദ്യം. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു നോക്കാം, ഞാൻ റെഡി ആണോ എന്നുള്ളത്. ഇതാണ് പിന്നെയും പറയുന്നതാണ്, ഒരിക്കലും വിചാരിക്കരുത് ഒരു സൈഡ് ഒരാൾ ഫുൾ ടൈം 2-3 ഖത്തം തീർക്കുന്നുണ്ട്, ഇപ്പുറത്ത് എനിക്ക് ചെറിയ ചെറിയ മക്കളുണ്ട്, എനിക്ക് പറ്റുന്നില്ലാലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. കാരണം നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട സിറ്റുവേഷനും അവർ ഇട്ട സിറ്റുവേഷനും രണ്ടും വ്യത്യാസമാണ്. നിങ്ങൾക്ക് ചെറിയ മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രായമായ ഉമ്മമാരെ തന്നിട്ടുണ്ടെങ്കിൽ, എന്തായിക്കോട്ടെ ഏത് സിറ്റുവേഷനിലായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണോ നമ്മൾ ഇട്ടത് അവിടെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പ്യോർലി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കണ്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുൾ ടൈം ആ ഒരു രീതിയിലല്ല നിന്നത്, ബാലൻസ്ഡിലാണ് പോയത്. അവസാന 10ലേക്ക് അങ്ങ് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യുക? അള്ളഹാനോട് ദുആ ചെയ്യുക, അവസാന 10 എനിക്ക് പൂർണ്ണമായിട്ടും കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യുക. ഈ റമളാന്
മൊത്തമായിട്ട് വിറ്റ്നസ് ചെയ്യാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശരിക്കായിട്ട് ദുആ ചെയ്യാന്നുള്ളതാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. യാ അല്ലാഹ്, നീയാണ് അൽ മുജീബ്, ഉത്തരം നൽകുന്നവൻ. യാ അല്ലാഹ്, നീയാണ് സത്യം, നിന്റെ വാഗ്ദാനം സത്യം. യാ അല്ലാഹ്, നിനക്കറിയാലോ നമ്മളെല്ലാവരും എന്തിനാണ് ഇവിടെ ഒത്തുചേർന്നത് എന്ന്. യാ അല്ലാഹ്, നിനക്കറിയാം നമ്മളിലെ ഓരോ ആൾക്കാരുടെയും ഹൃദയത്തിലെ ആവശ്യങ്ങൾ. യാ അല്ലാഹ് ബല്ലിഗ്നാ റമളാൻ. യാ അല്ലാഹ് ബല്ലിഗ്നാ റമളാൻ. യാ അല്ലാഹ് ബല്ലിഗ്നാ റമളാൻ. യാ അല്ലാഹ്, ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കണമേ യാ റബ്ബേ. യാ അല്ലാഹ്, ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കണമേ യാ റബ്ബേ. യാ അല്ലാഹ്, ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കണമേ യാ റബ്ബേ. ഞങ്ങളെ നീ ഹെൽപ്പ് ചെയ്യണമേ. സ്പെഷ്യലായിട്ട് ഈ നോമ്പ് എടുക്കാനും ഒരുപാട് നേരം നിന്റെ മുന്നിൽ നിൽക്കാനുമുള്ള ശക്തി യാ അല്ലാഹ് യാ ഖവി നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം യാ റബ്ബേ. ഞങ്ങളിൽ നിന്നും നീ ഇത് സ്വീകരിക്കണം യാ റബ്ബേ. ഞങ്ങളിലെ ലൈഫിലെ ബെസ്റ്റ് റമളാനാക്കി മാറ്റി തരണം യാ റബ്ബേ. യാ അല്ലാഹ് യാ ഖുദ്ദൂസ് നീ ഞങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണം യാ റബ്ബേ. ഞങ്ങൾക്ക് പുറത്തു തരണം യാ ഗഫൂർ. യാ അല്ലാഹ്, ഈ റമളാൻ ഒരിക്കലും വിട പറയരുതേ ഞങ്ങൾക്ക് പുറത്തു തരാതെ. യാ അല്ലാഹ്, നീ ദർജ നൽകുകയും കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തുകയും ചെയ്യണം യാ റബ്ബേ. യാ ഹയ്യു യാ ഖയ്യൂം ഈ ദുനിയാവിലും ആഖിറത്തിലും ഉത്തമമായത് നൽകണമേ യാ റബ്ബേ. യാ അല്ലാഹ്, ഞങ്ങൾ നിന്റെ മുന്നിൽ കറയുള്ള ഹൃദയവുമായിട്ടാണ് കൈ നീട്ടുന്നത്. യാ അല്ലാഹ്, ഞങ്ങൾ എല്ലാവരും യാചിക്കുന്നതാണ്. ഒരുപാട് മാസം തെറ്റിൽ കഴിച്ചുകൂടി യാ അല്ലാഹ്. യാ അല്ലാഹ്, ഈ ജീവിതം ഭയങ്കര കഷ്ടപ്പാടാണ് യാ റബ്ബേ. ഒരുപാട് ഫിത്നകൾ ഉണ്ട് യാ അല്ലാഹ്. ഞങ്ങൾക്ക് നന്നാവണം യാ അല്ലാഹ്, എന്നാൽ ഞങ്ങൾ തോറ്റു പോകുന്നതാണ് യാ അല്ലാഹ്. യാ ദൽ ജലാലി വൽ ഇക്റാം ഞങ്ങൾ ചോദിക്കുന്നതാണ് യാ അല്ലാഹ്, നിന്നെ അനുസരിക്കണം എന്നുള്ളത് ഹൃദയത്തിലെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാക്കി മാറ്റി തരണം യാ അല്ലാഹ്. യാ അല്ലാഹ് യാ ഗഫൂർ. യാ അല്ലാഹ് യാ ഗാഫിർ. യാ അല്ലാഹ് യാ തവ്വാബ് നീ ഞങ്ങൾ ആരെയും എഴുന്നേൽപ്പിക്കരുത് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പുറത്തു തരാതെ. യാ അല്ലാഹ് യാ ഗഫൂർ നീ പുറത്തു തരണം യാ റബ്ബേ. യാ അല്ലാഹ്, എല്ലാ തെറ്റുകളിൽ നിന്നും ഹൃദയത്തിലെ വെറുപ്പും എല്ലാം മാറ്റി തരണം യാ റബ്ബേ. യാ അല്ലാഹ് യാ വദൂദ് നീ ഞങ്ങളെ ഇഷ്ടപ്പെടണേ യാ റബ്ബേ. നീ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇഷ്ടം ഉണ്ടാവണം യാ റബ്ബേ. യാ അല്ലാഹ്, ഞങ്ങൾ ഓരോ ക്ലാസ്സുകളും മാറി മാറി കേൾക്കുന്നുണ്ട് യാ റബ്ബേ. ഏതെങ്കിലും ഒരു തെറ്റായ നോട്ടം യാ റബ്ബേ എല്ലാ നൂറും നീങ്ങി പോവുകയാണല്ലോ യാ റബ്ബേ. ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും യാ റബ്ബേ നീ സ്വീകരിക്കണം യാ അല്ലാഹ്. യാ അല്ലാഹ്, ഒരുപാട് റമളാന് കഴിഞ്ഞു പോയിട്ടുണ്ട്, ഞങ്ങൾ എന്നിട്ടും മാറിയിട്ടില്ല യാ അല്ലാഹ്. ഈ റമളാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു മാറ്റമാക്കി തരണം യാ റബ്ബേ. നിന്റെ വാക്കുകൊണ്ട് നീ ഒരു ജനത ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതില്ലേ യാ അല്ലാഹ്. യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കൽ മലീക് ഞങ്ങൾ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ആക്കണം യാ റബ്ബേ. നീയാണ് പറഞ്ഞത് ദുഊനി അസ്തജീബ് ലക്കും ചോദിക്ക് ഉത്തരം നൽകാമെന്നുള്ളത്. യാ അല്ലാഹ്, ഉത്തരം താ യാ അല്ലാഹ്, ഉത്തരം താ. അൻതൽ കരീം അൻതൽ മുജീബ് ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കണം യാ റബ്ബേ. ഞങ്ങളെ റമളാൻ ലൈഫിലെ ബെസ്റ്റ് റമളാൻ ആക്കി മാറ്റി തരണം യാ റബ്ബേ. ഞങ്ങളെ നോക്കി നീ പറയണേ യാ റബ്ബേ, നിഅമൽ അബ്ദ് യാ അർഹമർ റഹീമീൻ നിന്റെ തൃപ്തി ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ടാവണേ യാ റബ്ബേ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Alaikum Assalam.